ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കാണാതായപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തതെന്ന്. ഡ്യൂട്ടിയുടെയൊക്കെ തിരക്ക് കാരണമാണ് ഇത്ര നാളൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നടക്കാൻ പോകാമെന്ന്. എൻ്റെ റൂമിൽ നിന്ന് കുറച്ചടുത്ത് തന്നെയാണ് ഈ കോർണിഷൻ എന്ന് പറയുന്ന സ്ഥലം. ഇതൊരു ബീച്ചാണ്. ബീച്ച് ഇത്ര അടുത്തായിട്ടും ഞാൻ ആകെ 1-2 പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ. ഇവിടെ ഇപ്പം നല്ല ചൂടായത് കാരണം ഇതുപോലെ ഒരു ജ്യൂസ് ഇല്ലാതെ നടക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല. ജ്യൂസ് ഇല്ലെങ്കിൽ നടക്കാനിറങ്ങുമ്പോൾ വെള്ളമെങ്കിലും എല്ലാവരും കരുതണേ. എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും നമുക്കിവിടെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാം കേട്ടോ. ഇത്ര സേഫാണ് ഇവിടെ. പുറത്തിപ്പോൾ ഇത്ര നല്ല ചൂടായതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ആരെയും കാണാത്തത്. അല്ലെങ്കിൽ എല്ലാവരും വാക്കിങ്ങിനും റണ്ണിങ്ങിനും ഒക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ. ഭയങ്കര പീസായിട്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിങ്ങനെ നടക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. പക്ഷേ ഈ ചൂട് ഇതാണ് ഗൈസ്, ഈ സമയത്ത് പുറത്തിറങ്ങാത്തത്. ഒടുക്കത്തെ ചൂട്. അത് ഓക്കെ, വേർത്ത് കുളിച്ച് പിന്നെ ഒരു ആശ്വാസം തോന്നിയത് ഇത് കണ്ടപ്പോഴാണ്. ഇവിടുത്തെ മിക്ക പാർക്കുകളിലും കാണാവുന്നതാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വാട്ടർ സ്റ്റേഷൻ. നമുക്ക് ഇവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാവുന്നതാണ്. ചൂടുവെള്ളമാണ് ഗൈസ്, ചൂടുവെള്ളം. പിന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് റോട്ടിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇത് നിറച്ച് ഈന്തപ്പഴമാണ്. നമുക്ക് ഇതിൽ നിന്ന് പറിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ പഴുത്ത് കഴിയുമ്പോൾ. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ പച്ചയാണേ. ഇവിടുത്തെ ഇത്രയും ഈ കഠിനമായിട്ടുള്ള ചൂടിലാണ് ഈ ഈന്തപ്പഴമൊക്കെ പഴുത്ത് വരുന്നത്. ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഉച്ച സമയത്തൊന്നും ഒട്ടും പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. ഉച്ച സമയത്തൊക്കെ റോട്ടിലിറങ്ങി വർക്ക് ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം. അങ്ങനെ 2 ഈന്തപ്പഴവും പറിച്ച് ഞാൻ നേരെ റൂമിലേക്ക് പോയി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെന്ത് പോവും.